ഇന്നത്തെ അവസ്ഥ. മഴ പെയ്തു എന്നൊരു കാരണത്താൽ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് നന്നാക്കാനായിട്ട് ഈ സംസ്ഥാനത്തിലെ PWD വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ദിവസവും എത്രയെത്ര മരണങ്ങളാണ് ആ റോട്ടിൽ നടക്കുന്നതെന്ന് ഇവരറിയുന്നില്ലേ? ഇവർ കണ്ണുകെട്ടി കിടക്കുകയാണോ? കഴിഞ്ഞ ദിവസങ്ങളിലടക്കം MC റോഡിനെ ആശ്രയിച്ച് MC റോഡിലൂടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ MC റോഡ് പോകുന്നവർക്ക് അപകടങ്ങൾ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്താ ഇവിടെ ഒന്നും കാണുന്നില്ല? ഇത് ഈ അധികാരികൾ എന്താ കണ്ണു തുറക്കാത്തത്? എത്ര ദിവസങ്ങളായി ബന്ധപ്പെട്ട MLA അടക്കം ഇവരെ അറിയിച്ചിട്ടും ഇവരെന്തുകൊണ്ട് ഇതിനെ പ്രതികരിക്കുന്നില്ല? ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കരാറുകാരൻ ഇട്ടേച്ച് പോയിട്ടെന്നാണ്. കരാറുകാരൻ ഇട്ടേച്ച് പോകുന്നത് എങ്ങനെയാണ്? അവർക്ക് ചെയ്ത മെയിൻ്റനൻസിന് പൈസ കൊടുക്കാൻ ഇന്നത്തെ ഈ ഗവൺമെൻറ് സഹായിക്കുന്നുണ്ടോ? അത്രത്തോളം മോശമായ രീതിയിൽ MC റോഡ് കടന്നിട്ടും ഈ അധികാരി വർഗം എന്തുകൊണ്ട് ഇത് കാണുന്നില്ല എന്നുള്ളത് ഡെയിലി അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പാലക്കാടുള്ള ഒരു യുവാവാണ് ജോലി ആവശ്യത്തിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ മരണപ്പെട്ടത്. ഇങ്ങനെ ദിവസേന ഉണ്ടാകുന്ന അപകടങ്ങൾ എത്രയെത്ര ജീവനുകളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് അങ്കമാലി യൂത്ത് കോൺഗ്രസ് മുന്നിട്ട് വന്നിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഇതിനെ അറിയിച്ചുകൊണ്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ സമരം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അധികാരികളെ കണ്ണു തുറക്കൂ, അധികാരികളെ കണ്ണു തുറക്കൂ, കണ്ണു തുറക്കൂ അധികാരികളെ. അതിമരത്തിലെ നത്തിനെ പോലെ, അതിമരത്തിലെ നത്തിനെ പോലെ, പൊട്ടൻപുട്ടു വിഴുങ്ങിയ പോലെ. ഏപ്രിൽ 22 തുടങ്ങി ഏപ്രിൽ മാസം കഴിഞ്ഞ് അവർ കുഴികൾ അടയ്ക്കുന്നില്ല എന്നാണ് മെയിൻ്റനൻസുകാർ എന്നോട് പറഞ്ഞത്. കരാറുകാരന്റെ പൈസ കിട്ടാത്തത് കൊണ്ട് കരാറുകാരൻ വിട്ടുപോയി, സ്വന്തം നിലയ്ക്ക് ടെർമിനേറ്റ് ചെയ്തു. ഈ വലിയ വർക്കുകൾക്ക് അവർക്ക് സ്വന്തം ടെർമിനേറ്റ് ചെയ്യാം. അവരുടെ കണ്ടീഷൻ പാലിച്ചില്ലെങ്കിൽ അവർക്ക് ടെർമിനേറ്റ് ചെയ്യാം. അങ്ങനെ കരാറുകാരൻ ടെർമിനേറ്റ് ചെയ്തെങ്കിലും ഈ ദിവസങ്ങളിൽ ഭയങ്കരമായ മഴകളും കാര്യങ്ങളും ഉണ്ടായപ്പോ എന്തോ അവർ തമ്മിലുള്ള എന്തോ സെറ്റിൽമെന്റ് പ്രകാരം അയാള് വീണ്ടും കാലടി പാലത്തിലും നമ്മുടെ അവിടെയും കുഴികൾ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇയാള് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ഇയാള് പറഞ്ഞത് ഇയാൾ ഇവിടെ നിന്ന് അടച്ച് എവിടെ വരെ എത്തി, കൂത്താട്ടുകുളം വരെ എത്തിയിട്ടുള്ളൂ. ഇനി ഇയാൾക്ക് മൂവാറ്റുപുഴ വരെ വന്നു. അപ്പുറം വീട്ടിൽ അയാളുടെ സ്വന്തം കയ്യിലാണ്. അപ്പത്തേനും കുഴി തുറന്നു. പക്ഷെ ഇതുവരെ അയാൾക്ക് അന്നത്തെ പൈസ ഇന്നത്തെ പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പോലത്തെ ഒരു മരണം ചെയ്യില്ല. കാക്കനാട് ഡിവിഷൻ മെയിൻ്റനൻസ് ചെയ്യേണ്ടത്. ഞങ്ങളല്ല, ഞങ്ങളുടെ കയ്യിലുമില്ല. അവിടെ സെക്ഷൻ ഓഫീസ് ഉണ്ട്. ആ സെക്ഷൻ ഓഫീസാണ് ഇവിടുത്തെ അങ്കമാലി സെക്ഷൻ ഓഫീസ് പോലത്തെ ഒരു സെക്ഷൻ ഓഫീസ് ഉണ്ടായിരുന്നു. ആ സെക്ഷനക്കാരാണ് ചെയ്യുന്നത്. നമ്മൾക്ക് നിലവിലെ അവസ്ഥ അതെനിക്കറിയാലോ, നിങ്ങളെക്കാളും നന്നായി അറിയാലോ. എല്ലാ ദിവസവും രാത്രി 10:30ക്കും 11 മണിക്കും കുഴിയുടെ മുന്നിൽ നിന്ന് ഫോട്ടോയും വിളിയുമുണ്ട്. ഞാൻ കിട്ടുന്നത് അവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. പരിഹാരം വേണം. നമുക്കിപ്പോ കാക്കനാട് നിങ്ങൾ പറഞ്ഞനുസരിച്ച് കാക്കനാടക്കൊന്നും പോവാൻ ഞങ്ങൾക്ക് നേരമില്ല. ഞങ്ങളെ സംബന്ധിച്ച് അങ്കമാലിയിലുള്ള യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഈ ഓഫീസിൽ വരാനാണ് ഞങ്ങൾക്ക് പറ്റുള്ളൂ. നിങ്ങൾ നിരന്തരമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് ഞാൻ പറയട്ടെ മേഡം, ഒരു മിനിറ്റ്. മേഡം ഇത്ര നേരം പറഞ്ഞ് ഞങ്ങൾ കേട്ടു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അങ്കമാലിയുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലം എന്നുള്ളത് PWD ഓഫീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഓഫീസിൽ വന്നത്. ഞങ്ങൾ നിരന്തരമായിട്ട് നാളെ മുതൽ ഞങ്ങൾ നിരന്തരമായിട്ടുള്ള സമരങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് മേഡത്തിന് വന്ന് ഇവിടെ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ ആരും ഇതൊക്കെ അവർക്ക് പൈസ കിട്ടിയിട്ടില്ല, അവർക്ക് കാര്യങ്ങൾ നടക്കില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പറഞ്ഞറിയിക്കണം. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഞങ്ങളെ കാക്കനാടക്ക് വിടാല്ല ചെയ്യണ്ടേ. എന്റെ കയ്യിലല്ല ഓഫീസ്. അല്ല, നിങ്ങളുടെ കയ്യിലല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾക്ക് അറിയാം ചെയ്യണമെന്നുള്ളത്. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കാണിച്ചു തരാം. അല്ല, 7 കൊല്ലത്തേക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഓഫീസിൽ ഇരിക്കണ്ടെന്നേ. നിങ്ങൾ മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്തു, അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി കിട്ടണം. ഒരു ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം അവിടെ മരിച്ചത്. അപ്പൊ ജീവന് ഒരു സംരക്ഷണം കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ഹാൻഡ് ഓവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്?
ശരി കേട്ടോ മാഡം, ശരി ശരി എന്നാൽ ഓക്കെ. നമുക്കേ ഇതിൻ്റെ മെയിൻ്റെനൻസ് ഞാൻ വിളിച്ചതെന്നു വെച്ചാൽ നമ്മുടെ ഇപ്പോൾ MC റോഡിൻ്റെ അവസ്ഥേനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാം, ഇവിടുന്ന് PWD എല്ലാ ഫോട്ടോസ് എല്ലാം അയച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു പാലക്കാടുള്ള ഒരു യുവാവാണ് ബൈക്ക് വീണ് അപകടപ്പെട്ട് മരിച്ചത്, ഒരാൾ, ഒരു ഉദാഹരണത്തിന്. അപ്പോൾ ഇതിനെതിരെ എന്താണ് ഒരു നടപടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? അപ്പോൾ GSPയോ എന്തെങ്കിലും അടിയന്തരമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു അപകടം നമുക്ക് ഇത് ചെയ്തോളാൻ പാടില്ലേ? ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ആളുകൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളിത് കാണുന്നില്ല എന്നുള്ളത് ചോദിച്ചുകൊണ്ട്. അല്ല നമ്മളെ അങ്കമാലിലോട്ട് കാലടി വരെ ഉണ്ടായി, ആദ്യം അങ്കമാലി ജംഗ്ഷനിലൊക്കെ ഓർക്കില്ല നല്ല കുഴിയാണ്, നമ്മളതെല്ലാം ചെയ്ത് റെഡി. സാറേ ഞാൻ അല്ല ചെയ്തു സാറേ, എനിക്കത് മനസ്സിലായി, ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ആ കുഴിയിൽ വീണിട്ടാണ്, ഇപ്പോൾ രണ്ടാമത് നിങ്ങൾ ഇപ്പോൾ വന്ന കുഴി എന്ന് പറഞ്ഞാൽ ആ കുഴിയിൽ വീണിട്ടാണ് ഞാൻ പറഞ്ഞ ആൾ മരിച്ചത്. കാരണം വ്യക്തമായിട്ട് ഇത് ഞാൻ ആളെ പാലക്കാട് എന്നുള്ള ആളുടെ അടക്കം പറയാൻ കാരണം വെച്ചാൽ പോസ്റ്റ്മോർട്ടത്തിന് വരെ ഞാനാണ് ആ ശരീരം കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഈ ആളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LFന്റെ ഫ്രണ്ടില് ടൗണില് ഇത് നിരന്തരമായ കുഴികളാണ് ഈ ആളുകൾക്ക് മനസ്സിലാവും പയ്യെ പോകാനായിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് പെട്ടെന്നൊരു കുഴി വരും, ആളുകൾക്ക് ബ്രേക്ക് പിടിക്കാനും പറ്റില്ല, ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കുഴിയിൽ വീണ് തെറിച്ചു പോകുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. അവസ്ഥ ഭയങ്കര ഭയാനകമാണ്. അത് നമ്മൾ ഈ അതിരപ്പള്ളിയിലൊക്കെ വെള്ളച്ചാട്ടത്തിൽ പോകുമ്പോൾ പോലത്തെ കുഴികളാണ്, ആളുകൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലാണ് കുഴികൾ നിൽക്കുക. ഞങ്ങൾ അങ്കമാലി തൊട്ട് റെഡിയാക്കി കാലടി പാടം റെഡിയാക്കി മൂവാറ്റുപുഴ എത്തിയിട്ടില്ല. അപ്പോഴേക്കും ഇപ്പൊ ഇവിടെ എനിക്ക് കിട്ടി, എന്നോട് അങ്കമാലി വിളിച്ച് പറഞ്ഞു വീണ്ടും കുഴിയായെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ഇതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളിപ്പോ അങ്കമാലി PWD ഓഫീസിലാണ് ഞങ്ങൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ PWD ഓഫീസിൽ. മനസ്സിലായി. അങ്കമാലി എല്ലാ ദിവസവും എന്നെ വിളിച്ച് പറയാറുണ്ട് സംഭവം. ഈ സംഭവം ഒന്നും അറിയില്ലെങ്കിൽ ഇന്ന് രാത്രിയെങ്കിലും ഞാൻ GSP തരാം, ഞങ്ങൾ അറേഞ്ച് ചെയ്ത സംഭവം. സാറിന്റെ ഒരു ഉറപ്പിലാണ്, സാറ് ഇന്ന് വൈകിട്ട് ചെയ്തു തരുന്ന ഒരു ഉറപ്പിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ സമരം പിൻവലിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നാളെ തൊട്ട് ഇവർക്ക് ഏക്കും അകത്തേറാൻ പറ്റില്ല, ഇവിടുത്തെ ജീവനക്കാർക്ക് അകത്തേറാൻ പറ്റാത്ത രീതിയിലേക്ക് ആക്കും. അത്ര അവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്തതിന് ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ആദ്യം ഉടനെ തന്നെ ചെയ്തു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതിന് ഭയാനകമായിട്ടാണ് റോഡിന്റെ അവസ്ഥ നടക്കുന്നത്. അപ്പോ ഈ ഉറപ്പില് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പ്രതിഷേധം, ഇന്നത്തെ പ്രതിഷേധം GSP ഇട്ടാണെങ്കിൽ അപകടം ഒഴിവാക്കുന്ന രീതിയിലേക്ക് മാറ്റുക പോർട്ട് ഹോളുകളുടെ. ഓക്കെ താങ്ക് യു. പ്രിയപ്പെട്ടവരെ, അങ്കമാലി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്ന PWD പ്രതിഷേധ സമരത്തിന് ഒരു ഉറപ്പെന്ന രീതിയിൽ കാക്കനാടുള്ള മെയിൻ്റനൻസിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ യൂത്ത് കോൺഗ്രസിന് ഒരു ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടത്തോടു കൂടി തന്നെ ഇന്ന് രാത്രി നാളെ പുലരുന്നതിന് മുമ്പ് എല്ലാ പോർട്ട് ഹോളുകളും GSP ഇട്ട് അടയ്ക്കാമെന്നുള്ളത് ഒരു ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഈ പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളെ ഇത് ചെയ്തില്ലെങ്കിൽ തുടർ സമരങ്ങളുമായിട്ട് മുന്നോട്ട് യൂത്ത് കോൺഗ്രസ് പോകുമെന്നുള്ളത് ഇവിടെ നിശ്ചിതമായി ഞാൻ പറയുകയാണ്. അതോടൊപ്പം തന്നെ നാടിൻ്റെ എന്തൊരാവശ്യത്തിനും യൂത്ത് കോൺഗ്രസ് ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഈ MC റോട്ടിൽ സർക്കാരിനെതിരെ ഒരു പ്രതിഷേധം നടക്കുകയാണ്. നമുക്കറിയാം, ഈ MC റോഡിൽ നിരവധി സ്ഥലങ്ങളിൽ സർക്കാരിൻ്റെ സ്പോൺസേഡ് മരണക്കുഴികൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജകമണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പല തവണ ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചുകൊണ്ടാണ് ഈ PWD വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ മരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സംഭവം നടന്നിട്ട് പോലും ഈ അധികാരികളുടെ കണ്ണ് തുറന്നിട്ടില്ല എന്നുള്ളത് ഏറെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്നിവിടെ ഒരു സമരത്തിന് തുടക്കം കൊടുക്കുകയാണ്. ഈ മുഴുവൻ കുഴികൾ അടയ്ക്കുന്നത് വരെ, സർക്കാർ സ്പോൺസർ ചെയ്തിട്ടുള്ള ഈ മരണക്കുഴികൾ മുഴുവൻ അടയ്ക്കുന്നത് വരെ ശക്തമായ സമരവുമായിട്ട് യൂത്ത് കോൺഗ്രസ് അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത് സംഘടിപ്പിച്ച അങ്കമാലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് മുക്തകണ്ഠ പ്രശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.